കേരള ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ വേനൽക്കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സൂര്യതാപവും ഉഷ്ണതരംഗവും ജനജീവിതം ദുസ്സഹമാക്കുമ്പോൾ ഇതിന് പിന്നാലെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധി കൂടി സംസ്ഥാനത്തെ തുറിച്ചു നോക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വൈദ്യുതി ഉപഭോഗം സർവകലാ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗ്രിഡിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സമ്പൂർണ്ണ തകർച്ച ഒഴിവാക്കാനും പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങുകയല്ലാതെ KECBക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെ വന്നിരിക്കുന്നു. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഈ നിയന്ത്രണം കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വർധനവാണ് ഈ വേനൽക്കാലത്ത് ഉണ്ടായിരിക്കുന്നത്. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ കണ്ടീഷണറുകളുടെയും കൂളറുകളുടെയും ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു. പ്രതിദിന വൈദ്യുതി ഉപയോഗം 11.50 കോടി യൂണിറ്റ് എന്ന വിസ്മയിപ്പിക്കുന്ന കണക്കിലെത്തി നിൽക്കുന്നു. പീക്ക് സമയങ്ങളിൽ, അതായത് രാത്രി 6 മണി മുതൽ 11 മണി വരെ വൈദ്യുതി ആവശ്യകത 5770 മെഗാവാട്ട് വരെയായി ഉയർന്നു. സാധാരണഗതി 4500 മുതൽ 5000 മെഗാവാട്ട് വരെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്താണിത്. വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 2 മണി വരെ ശരാശരി 5500 മെഗാവാട്ട് വൈദ്യുതി തുടർച്ചയായി ആവശ്യമായി വരുന്നതും വിതരണ ശൃംഖലയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. വൈദ്യുതി ആവശ്യകതയും ലഭ്യതയും തമ്മിലുള്ള വലിയ അന്തരം പരിഹരിക്കാനാണ് KECB നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇത് പഴയകാലത്തെ മണിക്കൂറുകൾ നേടുന്ന ലോഡ് ഷെയ്ഡിംഗ് പോലെയുള്ള ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. പ്രധാനമായും രാത്രി 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്താണ് നിയന്ത്രണം. ഈ സമയത്ത് പ്രാദേശികമായി ലോഡ് കൂടുന്നതനുസരിച്ച് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. വൈദ്യുതി തടസ്സപ്പെടുന്നതിന് മുൻപ് ഉപഭോക്താക്കളെ SMS വഴി അറിയിക്കാനുള്ള സംവിധാനം KECB ഒരുക്കിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് മുൻകരുതൽ എടുക്കാനും സഹായിക്കുന്നു. സംസ്ഥാനം മുഴുവൻ ഒരേ സമയം വൈദ്യുതി ഓഫ് ചെയ്യുന്നതിന് പകരം കൂടുതൽ ലോഡ് അനുഭവപ്പെടുന്ന ട്രാൻസ്ഫോമറുകൾക്ക് കീഴിലുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും നിയന്ത്രണം. ആഭ്യന്തര ഉൽപ്പാദനം കൊണ്ട് മാത്രം കേരളത്തിന് നിലവിലെ ആവശ്യകത നിറവേറ്റാൻ കഴിയില്ല. അതിനാൽ പുറത്തുനിന്നും വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും യൂണിറ്റിന് 10 രൂപ വരെ നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. മെയ് 15 വരെ 250 മെഗാവാട്ട് വൈദ്യുതി അധികമായി വാങ്ങാനാണ് അനുമതിയുള്ളത്. ഇതിനായി ഡേ ഹെഡ് മാർക്കറ്റിലെ നിരക്കിനേക്കാൾ 50 പൈസ വരെ അധികം നൽകാൻ KECBക്ക് സാധിക്കും. വലിയ വില നൽകി വൈദ്യുതി വാങ്ങുന്നത് ബോർഡിന്റെ സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായി ബാധിക്കും. ഇത് ഭാവിയിൽ സർചാർജ് വർധനവിനും വൈദ്യുതി നിരക്ക് വർധനവിനും കാരണമായേക്കാം. കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളെയാണ്. എന്നാൽ വേനൽ കടുത്തതോടെ ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നു. ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രധാന ഡാമുകളിൽ ജലനിരപ്പ് കുറവായതിനാൽ ഉൽപ്പാദനം പരമാവധി കുറയ്ക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നത്. മഴ വൈകുകയാണെങ്കിൽ ജലവൈദ്യുതി പദ്ധതികൾ പൂർണ്ണമായും നിർത്തേണ്ടി വരുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. പകൽ സമയത്ത് സൗരോർജ്ജം ലഭ്യമാണെങ്കിലും രാത്രികാലങ്ങളിൽ പീക്ക് ലോഡ് സമയത്ത് സൗരോർജ്ജത്തിന് പരിമിതികളുണ്ട്. സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചവർക്ക് പോലും രാത്രിയിൽ ഗ്രിഡിനെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. പ്രതിസന്ധികൾക്കിടയിലും തടസ്സമില്ലാതെ വൈദ്യുതി എത്തിക്കാൻ KECB ജീവനക്കാർ വലിയ പരിശ്രമമാണ് നടത്തുന്നത്. ചൂട് കാരണം ട്രാൻസ്ഫോമറുകൾ കത്തുന്നതും ഫ്യൂസുകൾ പോകുന്നതും നിത്യസംഭവമായിരിക്കുന്നു. ഇത് പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ക്വാഡുകളും സജ്ജമാണ്. പൂർണ്ണമായ ലോഡ് ഷെയ്ഡിംഗ് ഒഴിവാക്കാനാണ് ബോർഡ് പരമാവധി ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ചെറിയ സമയത്തെ നിയന്ത്രണങ്ങളിലൂടെ ലോഡ് ക്രമീകരിക്കുന്നത്. ജനങ്ങളുടെ സഹകരണം ഇല്ലാതെ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയില്ലെന്ന് വൈദ്യുതി വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. രാത്രി 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ്, അയൺ ബോക്സ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എയർ കണ്ടീഷണറുകൾ 24 ഡിഗ്രി സെൽഷ്യസിലോ അതിന് മുകളിലോ ക്രമീകരിക്കുന്നത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കും. ഒന്നിലധികം AC-കളുള്ള വീടുകളിൽ അത് നിയന്ത്രിക്കുക. ഉപയോഗമില്ലാത്ത മുറികളിലെ ഫാനുകളും ലൈറ്റുകളും അണയ്ക്കുന്നതും ശീലമാക്കുക. ഓരോ വേനലിലും വൈദ്യുതി പ്രതിസന്ധി ആവർത്തിക്കുമ്പോൾ ശാശ്വതമായ പരിഹാരങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിരപ്പള്ളി പോലുള്ള വലിയ ജലവൈദ്യുത പദ്ധതികൾ തടസ്സപ്പെട്ടതോടെ കേരളം പുറത്തുനിന്നുള്ള വൈദ്യുതിയെ അമിതമായി ആശ്രയിക്കുന്നു. പുതിയതും പരിസ്ഥിതി സൗഹൃദവുമായ ഊർജ്ജ പദ്ധതികൾ അനിവാര്യമാണ്. പകൽ ലഭിക്കുന്ന സോളാർ വൈദ്യുതി രാത്രി ഉപയോഗിക്കാനായി വലിയ ബാറ്ററികൾ ഉൾപ്പെടുന്ന സ്റ്റോറേജ് സംവിധാനങ്ങളും വികസിപ്പിക്കണം. പഴയ ട്രാൻസ്മിഷൻ ലൈനുകളും ട്രാൻസ്ഫോമറുകളും നവീകരിക്കുന്നതിലൂടെ ഊർജ്ജ നഷ്ടം കുറയ്ക്കാനും സാധിക്കും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി എന്നത് കേവലം വേനൽക്കാലത്തെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള ഊർജ്ജ നയത്തിന്റെ അഭാവം കൂടിയാണ്. നിലവിലെ നിയന്ത്രണങ്ങൾ താൽക്കാലികമായി ഗ്രിഡിനെ സംരക്ഷിക്കുമെങ്കിലും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇതിലും വലിയ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരും. സർക്കാർ മതിയായ നിരക്കിൽ വൈദ്യുതി എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഓരോ പൗരനും ഉത്തരവാദിത്തത്തോടെ വൈദ്യുതി ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഇരുണ്ട കാലത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. മെയ് പകുതിയോടെ വേനൽ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് KECBയും പൊതുജനങ്ങളും. മഴ പെയ്ത് ഡാമുകളിൽ വെള്ളം എത്തുന്നതുവരെ നാം ഒരു നിയന്ത്രണം പാലിച്ചേ മതിയാകൂ.